എല്ലാ സുഹൃത്തുക്കൾക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. സത്യം പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും അസംബന്ധമായ ഒരു രാഷ്ട്രീയ വിവാദമാണ് PM ശ്രീയുടെ പേരിൽ കേരളത്തിൽ നടക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടവർ ആ കരാറിൽ നിന്ന് പിൻവാങ്ങണം എന്നാവശ്യപ്പെടുന്നു. ആ കരാറിൽ ഒപ്പിട്ടതിനെ മുമ്പ് എതിർക്കുകയും തങ്ങൾ അധികാരത്തിലെത്തിയാൽ ആ കരാർ ചവറ്റുകുട്ടയിലും അറബിക്കടലിലും എറിയും എന്ന് വീമ്പിളക്കുകയും ചെയ്തവർ ഇപ്പോൾ ആ പദ്ധതി നടപ്പാക്കാനുള്ള ന്യായവാദങ്ങൾ കണ്ടെത്തുന്നു. അതിനിടയ്ക്കാണ് CPIയുടെ വക ഏറ്റവും വിചിത്രമായ ഒരു രാഷ്ട്രീയ കാപട്യം. അതേക്കുറിച്ചാണ് നാം ആദ്യം ചർച്ച ചെയ്യുന്നത്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈയിടെ മാതൃഭൂമിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ഈ കരാറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്രേ: PM ശ്രീ വിഷയത്തിൽ CPI എടുത്ത ശക്തമായ നിലപാടാണ് കേരളത്തിലെ LDFനെ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് മുന്നിൽ ഉണ്ടാകാനിരുന്ന വലിയ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചത്. ഭയങ്കര തള്ളല്ലേ? തള്ളെന്ന് വെച്ചാൽ ഇതാണ് ഒന്നാം തരം തള്ള്. ബിനോയ് വിശ്വവും CPIയും യഥാസമയത്ത് ആ നിലപാടെടുത്തില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷം നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോയേനെ. എന്താണ് ഈ PM ശ്രീ പദ്ധതിയോട് ബിനോയ് വിശ്വത്തിനും CPIക്കും ഇത്രയേറെ എതിർപ്പ്? ജനയുഗം പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ ആ എതിർപ്പ് ഇങ്ങനെയാണ് പരാമർശിക്കുന്നത്: PM ശ്രീ വഴി ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്നും ആ ലക്ഷ്യം കുഴിച്ചുമൂടുന്നതുവരെ CPI സമരം ചെയ്യുമെന്നും ബിനോയ് വിശ്വം പ്രഖ്യാപിച്ചു. അതാണ് കാര്യം. ദേശീയ വിദ്യാഭ്യാസ നയമാണ് വില്ലൻ. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ പോകുന്നു എന്ന് കേട്ടാൽ ബിനോയ് വിശ്വം നിന്ന നിപ്പിൽ ഉറഞ്ഞതുള്ളും. അത്രയ്ക്കാണ് ആ നയത്തോട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമുള്ള എതിർപ്പ്. സഖാവ് ബിനോയ് വിശ്വത്തിനോട് ലളിതമായ ഒരൊറ്റ ചോദ്യം: കേരളത്തിൽ ആദ്യം ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പാക്കിയത് ആരാണ്? CPI നേതാവ് P പ്രസാദ് എന്നുത്തരം. അദ്ദേഹം കൃഷിമന്ത്രിയായിരിക്കെ കാർഷിക സർവകലാശാലയിലാണ് കേരളത്തിൽ ആദ്യം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയത്. തെളിവ് വേണോ ബിനോയ് വിശ്വത്തിന്? NEP-യിലെ ഒരു പ്രധാന നിർദ്ദേശമാണ് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ്. ലളിതമായി അതിങ്ങനെ വിശദീകരിക്കാം: കോളേജുകളിൽ ജ്യോതിശാസ്ത്രം പഠിപ്പിക്കാൻ ആറ്റുകാൽ രാധാകൃഷ്ണന് പഴുതുണ്ടാക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ഒരു നിർദ്ദേശം. അങ്ങനെ കാർഷിക സർവകലാശാലയിൽ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് തസ്തികയിലേക്ക് നിയമനം നടത്താൻ കാർഷിക സർവകലാശാല ഇറക്കിയ നോട്ടിഫിക്കേഷനാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ നോട്ടിഫിക്കേഷന്റെ തുടക്കം നോക്കൂ. ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 റെക്കമെൻഡ്സ് എന്ന് പറഞ്ഞാണ് ആ നോട്ടിഫിക്കേഷൻ ആരംഭിക്കുന്നത്. ബിനോയ് വിശ്വം ശ്രദ്ധിച്ചു നോക്കണം. നോട്ടിഫിക്കേഷന്റെ തീയതി 2023 ജൂൺ 23. ഡോക്ടർ വാസുകി IAS എന്നാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് 2025 ഒക്ടോബർ 16. അതിനും 2 വർഷം മുമ്പ് കാർഷിക സർവകലാശാലയിൽ P പ്രസാദ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു. ബിനോയ് വിശ്വത്തിന് വേറെയും തെളിവ് തരാം. 2024 ജൂൺ 12 കാർഷിക സർവകലാശാല പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് കൂടി നമുക്ക് കാണാം. അതിലെ പരാമർശം നോക്കൂ: ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജി ഫോർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇൻ അഗ്രികൾച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. കാർഷിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പിലാക്കാനുള്ള തന്ത്രങ്ങൾ എന്ന പേരിൽ 114 പേജുള്ള ഒരു രൂപരേഖ ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് എന്ന സ്ഥാപനം പുറപ്പെടുവിച്ചിരുന്നു. അതിലെ നിർദ്ദേശങ്ങൾ വള്ളി പുള്ളി വിടാതെയാണ് CPIയുടെ നേതാവ് P പ്രസാദ് കൃഷി മന്ത്രിയായിരിക്കെ കേരളത്തിലെ കാർഷിക സർവകലാശാലയിൽ NEP 2020 നടപ്പിലാക്കിയത്. ICAR വഴി RSS നിർദ്ദേശിച്ച പാഠ്യപദ്ധതി വള്ളി പുള്ളി തെറ്റാതെ കേരള കാർഷിക സർവകലാശാല അംഗീകരിച്ചിട്ടുണ്ട്, അനുസരിച്ചിട്ടുണ്ട്, നടപ്പാക്കിയിട്ടുണ്ട്. ആ P പ്രസാദും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സെക്രട്ടറി ബിനോയ് വിശ്വവുമാണ് ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം കുഴിച്ചുമൂടാൻ നിൽക്കുന്നത്. ഇത് RSS പറയുന്നു ഞങ്ങളുടെ ആശയമാണ്, NEP ഞങ്ങളുടെ ആശയമാണ് എന്ന് പറയുന്നിടത്ത് അതിനെ നടപ്പിലാക്കാൻ എന്തിനാണ് ഇത്ര വ്യഗ്രത കാണിക്കുന്നത്? എന്തൊരു കാപട്യം എന്നല്ലാതെ എന്ത് പറയാൻ. NEP-ക്കെതിരെ P പ്രസാദിന്റെ വിമർശനം എന്താണ് എന്ന് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും ഫെഡറലിസവും ബഹുസ്വരതയുമെല്ലാം അവയെല്ലാം നിരാകരിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു മൂന്നാമത്തെ വിദ്യാഭ്യാസ നയം എന്ന പേരിൽ വന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 വന്നത്, അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ തുടങ്ങിയത്. കേട്ടില്ലേ? മതനിരപേക്ഷത, ജനാധിപത്യം, ഫെഡറലിസം എന്നിവയൊക്കെ നിരാകരിക്കുന്ന പദ്ധതിയാണത്രേ ഈ NEP എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല P പ്രസാദ് സാറേ, കേരളത്തിലെ കാർഷിക വിദ്യാഭ്യാസത്തിൽ ഈ മതനിരപേക്ഷതയും ജനാധിപത്യവും ഫെഡറലിസവും ഒക്കെ നിരാകരിക്കപ്പെടുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ലേ? CPIയുടെ നേതാവ് P പ്രസാദിന്റെ കൃഷി വകുപ്പിൽ NEP നടപ്പിലാക്കിയത് കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷം ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് മുന്നിൽ നാണം കെടുന്ന സ്ഥിതി ഉണ്ടാവില്ലെന്നാണോ ബിനോയ് വിശ്വം പറയുന്നത്? അങ്ങനെ ഒരു പ്രിവിലേജ് ഉണ്ടോ CPIക്ക്? CPIയുടെ വകുപ്പുകളിൽ NEP നടപ്പിലാക്കിയാൽ പ്രശ്നമില്ലെന്ന് ഇന്ത്യയിലെ ഇടതുപക്ഷം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടോ? NEP-ക്കെതിരെ P പ്രസാദിന്റെ ന്യായം നമ്മൾ കേട്ടതല്ലേ. ഇനി അദ്ദേഹത്തിന്റെ കീഴിൽ ഈ കാർഷിക സർവകലാശാലയിലെ BSc അഗ്രികൾച്ചർ കോഴ്സിന്റെ സിലബസിൽ ഈ NEP-യെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് കൂടി നമുക്ക് കാണാം. ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരിവർത്തനം ചെയ്യുന്നതിനായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയം NEP 2020.
ഒരു വിജ്ഞാനാധിഷ്ഠിത സമൂഹം കെട്ടിപ്പടുക്കുന്നതിനായി സ്കൂൾ, കോളേജ്, സർവകലാശാല തലങ്ങളിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഇത് ലക്ഷ്യമിടുന്നു. ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി, അഫോർഡബിലിറ്റി, അക്കൗണ്ടബിലിറ്റി എന്നീ 5 പ്രധാന തൂണുകളെ അടിസ്ഥാനമാക്കി കാർഷിക വിദ്യാഭ്യാസത്തെ പുനരുജ്ജീവിപ്പിക്കേണ്ടതിന്റെയും അതിനെ ഈ നയത്തിനനുസൃതമായി മാറ്റേണ്ടതിന്റെയും ആവശ്യകത NEP 2020 വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പി പ്രസാദ് കൃഷിമന്ത്രിയായിരിക്കെ കേരള സർവകലാശാലയിൽ BSc അഗ്രികൾച്ചറിന്റെ സിലബസിൽ എഴുതി വച്ചിരിക്കുന്ന NEP സ്തുതികളാണ് നാം ഈ കണ്ടത്. ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് ഈ വാഴ്ത്തുമൊഴികൾ അച്ചടിച്ചു പ്രസിദ്ധീകരിച്ച വകുപ്പിന്റെ മന്ത്രിയായിരുന്നു സാക്ഷാൽ പി പ്രസാദ്. അദ്ദേഹമാണ് NEP നടപ്പിലാക്കിയാൽ മതനിരപേക്ഷതയും ഫെഡറലിസവും ജനാധിപത്യവും ഒക്കെ നിരാകരിക്കപ്പെടുമെന്ന് പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് പ്രസംഗിക്കുന്നത്. ഈ സിലബസ് പ്രകാരം BSc അഗ്രികൾച്ചർ കോഴ്സിന്റെ ഫൗണ്ടേഷൻ കോഴ്സിന്റെ പേരെന്തെന്നറിയാമോ? ദീക്ഷാരംഭം. ഈ കോഴ്സിന്റെ 3ാം സെമിസ്റ്ററിന്റെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് എന്തൊക്കെ കാണിക്കണമെന്നറിയാമോ? സൂര്യ നമസ്കാരം കാണിക്കണം, ഓംകാരം ജപിക്കുമ്പോൾ ശ്വാസനാളത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ അത് ചെയ്തു കാണിച്ചുകൊണ്ട് വിവരിച്ചു കൊടുക്കണം. ഇതൊക്കെയാണ് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ചെയ്യേണ്ടത് 3ാം സെമിസ്റ്ററിൽ. എങ്ങനെയുണ്ട്? ഇതൊക്കെ സിലബസിൽ എഴുതി വെച്ച പി പ്രസാദാണ് പറയുന്നത് PM ശ്രീ വഴി NEP നടപ്പിലാക്കുന്നത് വലിയ അപകടം ചെയ്യുമെന്ന്. RSS മുന്നോട്ട് വെച്ച ഈ സിലബസ് ഒരു ചർച്ചയുമില്ലാതെ, ഒരു മടിയുമില്ലാതെ, ഒരു സന്ദേഹവുമില്ലാതെ, ഒരു സംശയവുമില്ലാതെ കാർഷിക സർവകലാശാലയിൽ നടപ്പാക്കി കൊടുത്ത മന്ത്രിയുടെ പേരാണ് പി പ്രസാദ്. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് CPI. ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് സഖാവ് ബിനോയ് വിശ്വം. PM ശ്രീ വിഷയത്തിൽ CPI എടുത്ത ശക്തമായ നിലപാട് കേരളത്തിലെ ഇടതുപക്ഷത്തെ വലിയ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചു എന്നൊക്കെ തള്ളിമറിക്കുന്ന ബിനോയ് വിശ്വവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് സർവകാല അപമാനമാണെന്ന് അസന്നിഗ്ധമായി ഈ രേഖകളും നാൾവഴികളും തെളിയിക്കുന്നു. കാർഷിക സർവകലാശാലയിൽ NEP കേമം, PM ശ്രീ പദ്ധതി വഴി NEP നടപ്പിലാക്കിയാൽ അത് ഭയാനകം. ഇത് കേരളീയ സമൂഹത്തോട് ഉളുപ്പില്ലാതെ പറയാൻ വല്ലാത്ത തൊലിക്കെട്ടിയുള്ളവർക്കേ കഴിയൂ. PM ശ്രീ പദ്ധതിയെക്കുറിച്ച് VD സതീശന്റെയും KM ഷാജിയുടെയും N ഷംസുദ്ദീന്റെയും ഒക്കെ കാപട്യം ചർച്ച ചെയ്യുന്ന അതേ ഗൗരവത്തിൽ തന്നെ CPI നേതാക്കളായ പി പ്രസാദിന്റെയും ബിനോയ് വിശ്വത്തിന്റെയും കാപട്യവും കേരള സമൂഹം ചർച്ച ചെയ്യണം. ഇനി PM ശ്രീ നടപ്പാക്കാതിരുന്നാൽ കേരളം NEP മുക്ത സംസ്ഥാനമാകുമോ? ഇല്ല. കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും NEP പ്രകാരമാണ് ഇപ്പോൾ കോഴ്സുകൾ നടക്കുന്നത്. 4 വർഷത്തെ ഡിഗ്രി കോഴ്സും ഇടയ്ക്ക് വിട്ടുപോകാൻ കുട്ടികൾക്കുള്ള അവകാശവുമൊക്കെ ഈ NEPയുടെ ഭാഗമായി നടപ്പാക്കപ്പെട്ടതാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. RSS നിർദ്ദേശിച്ച ദീക്ഷാരംഭവും ഓംകാര ജപവും ഒക്കെ അതേപടി അംഗീകരിച്ച് NEPക്ക് മുന്നിൽ പി പ്രസാദ് മുട്ടുകുത്തിയതുപോലെയല്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന R ബിന്ദു സർവകലാശാലകളിൽ NEP നടപ്പാക്കാൻ MOU ഒപ്പിട്ടത്. എന്തായിരുന്നു ഇത് തമ്മിലുള്ള വ്യത്യാസം? കേരളത്തിലെ സർവകലാശാലകളിൽ NEP നടപ്പിലാക്കുമ്പോൾ കോഴ്സിന്റെ സ്ട്രക്ചർ മാത്രമാണ് NEPയിൽ നിന്ന് സ്വീകരിച്ചത്. 3 വർഷ ഡിഗ്രി 4 വർഷ ഡിഗ്രിയായി. പക്ഷെ സിലബസ് തയ്യാറാക്കുന്നതും പുസ്തകം തിരഞ്ഞെടുക്കുന്നതുമെല്ലാം സംസ്ഥാനത്തിന്റെ അധികാരമാണ്. ആ അധികാരം നിലനിർത്തിക്കൊണ്ടാണ് കേരള സർക്കാർ PM ഉഷ പദ്ധതി കേരളത്തിലെ സർവകലാശാലകളിൽ NEP നടപ്പിലാക്കാനുള്ള PM ഉഷ പദ്ധതി ഒപ്പിട്ടത്. അത് പ്രകാരം സിലബസ് തയ്യാറാക്കുന്നതും പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നതുമെല്ലാം ബോർഡ് ഓഫ് സ്റ്റഡീസ് ആണ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് BJPക്ക് ഇഷ്ടമില്ലാത്ത പാഠഭാഗങ്ങൾ പുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഏർപ്പാട് കേരളത്തിലില്ല. ഉദാഹരണത്തിന് ഡൽഹി സർവകലാശാല ചെയ്തത് BA ഓണേഴ്സിന്റെ ഇംഗ്ലീഷ് സിലബസിൽ നിന്ന് മഹാശ്വേത ദേവിയുടെ ദ്രൗപദി എന്ന ചെറുകഥ അവർ നീക്കം ചെയ്തു. ഒപ്പം ദളിത് എഴുത്തുകാരായ ബാമ, സുഖീർ ധരണി എന്നിവരുടെ കൃതികളും പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. സാരെ ജഹാംസെ അച്ച എന്ന പാട്ട് രചിച്ച മുഹമ്മദ് ഇക്ബാലിനെ കുറിച്ചുള്ള അധ്യായം പൊളിറ്റിക്കൽ സയൻസിന്റെ സിലബസിൽ നിന്ന് അവർ നീക്കം ചെയ്തു. ഇതുപോലുള്ള അഭ്യാസങ്ങളൊന്നും കേരളത്തിൽ നടക്കുന്നില്ലെന്ന് മാത്രമല്ല, +1, +2 കുട്ടികളുടെ സിലബസിൽ നിന്ന് NCERT നീക്കം ചെയ്ത പാഠഭാഗങ്ങൾ കേരളത്തിൽ പ്രത്യേക പാഠപുസ്തകമായി അച്ചടിച്ച് ക്ലാസുകളിൽ പഠിപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. NCERT സിലബസ് പഠിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ മുഗളന്മാരുടെ ചരിത്രവും വ്യവസായ വിപ്ലവവും ഒന്നും പഠിക്കണ്ട എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. പക്ഷെ കേരളത്തിൽ ഈ പാഠഭാഗങ്ങൾ, ഒഴിവാക്കപ്പെട്ട പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി പുതിയ പുസ്തകം അച്ചടിച്ച് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുകയും അവയിൽ നിന്നുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയല്ലേ യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധികളെ നാം രാഷ്ട്രീയമായി മറികടക്കേണ്ടത്? അത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നത് CPIക്കും മനസ്സിലാകേണ്ടതല്ലേ? ഈ വിവാദമാകെ ആറ്റിക്കുറുക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? കഴിഞ്ഞ ഇടത് സർക്കാരിലെ CPM CPI മന്ത്രിമാരുടെ വകുപ്പുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിനുള്ള കരാറുകളിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന R ബിന്ദുവിന്റെയും കൃഷി മന്ത്രിയായിരുന്ന പി പ്രസാദിന്റെയും വകുപ്പുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? PM ഉഷ പദ്ധതിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടപ്പോൾ സംസ്ഥാനത്തിന്റെ സിലബസ് തീരുമാനിക്കാനും പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനുമുള്ള സംസ്ഥാനത്തിന്റെ അധികാരം ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ അധികാരം അതേപടി നിലനിർത്തി. അതിൽ നിന്ന് അണുവിട മാറാൻ അവർ തയ്യാറായില്ല. പക്ഷെ പി പ്രസാദിന്റെ വകുപ്പിലോ
കാർഷിക സർവകലാശാലയിൽ NEP നടപ്പിലാക്കിയപ്പോൾ RSS നിർദ്ദേശിച്ച ദീക്ഷാരംഭവും ഓംകാര ജപവും ഒക്കെ അതേപടി സിലബസിൽ ഇടം പിടിച്ചു. അവിടെ കുട്ടികൾ ഓംകാരം ജപിക്കുമ്പോൾ ശ്വാസനാളത്തിനുണ്ടാകുന്ന മാറ്റവും മസ്തിഷ്കത്തിനുണ്ടാകുന്ന നേട്ടവും ഒക്കെ ശാസ്ത്രീയമായി പഠിക്കാൻ പോവുകയാണ്. അവിടെ CPIക്ക് ഒരു കുരുവും പൊട്ടിയില്ല. എതിർപ്പിന്റെ ഞരക്കം പോലും ആ പാർട്ടിയിൽ എവിടെയും ഉയർന്നുമില്ല. മുന്നണിയിലും ചർച്ച ചെയ്തില്ല, മന്ത്രിസഭയിലും ചർച്ച ചെയ്തില്ല. ഏകപക്ഷീയമായി RSSന്റെ സിലബസ് കാർഷിക സർവകലാശാലയിൽ CPI നടപ്പിലാക്കി. ഇനി ശിവൻകുട്ടി ഭരിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം എടുത്താലോ? PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു. പക്ഷേ ആ PM ശ്രീ പദ്ധതി നടപ്പിലാക്കേണ്ട സ്കൂളുകളുടെ പട്ടിക ഇതുവരെ കേന്ദ്ര ഗവൺമെന്റിന് കൈമാറിയിട്ടില്ല. ഒരു ഫണ്ടും ആ ഇനത്തിൽ വാങ്ങിയതുമില്ല. എന്ന് മാത്രമല്ല, ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ചുവട് പിടിച്ച് NCERT നടപ്പിലാക്കിയ പാഠപുസ്തകങ്ങളിൽ ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ കേരളത്തിലെ കുട്ടികൾ പഠിക്കും എന്നുറപ്പാക്കുകയും ചെയ്തു. അതിനുവേണ്ടി പ്രത്യേകം പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് സ്കൂളുകളിൽ വിതരണം ചെയ്തു. രാഷ്ട്രീയമായി അങ്ങനെയാണ് NCERTയിലൂടെയുള്ള ദേശീയ വിദ്യാഭ്യാസ നയം വഴിയുള്ള RSSന്റെ ഇടപെടലിനെ ശിവൻകുട്ടിയുടെ വകുപ്പ് പ്രതിരോധിച്ചത്. പക്ഷേ ഈ രീതിയായിരുന്നില്ല P പ്രസാദും കാർഷിക സർവകലാശാലയും കൈക്കൊണ്ടത്. അവിടെ ഒരു എതിർപ്പും രേഖപ്പെടുത്താതെ, ഒരു പ്രതിഷേധവും ഉയർത്താതെ കേന്ദ്ര സർക്കാരിനും ICARനും RSSനും മുന്നിൽ റാൻ മൂളി നിന്നുകൊണ്ട് കാർഷിക സർവകലാശാലയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുകയാണ് P പ്രസാദ് ചെയ്തത്. എന്നിട്ടും 916 NEP വിരുദ്ധത ചമയണമെങ്കിൽ കാപട്യത്തിന്റെ കാളകൂടം വിഴുങ്ങിയല്ലേ ഈ P പ്രസാദും ബിനോയ് വിശ്വവും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? അങ്ങനെ സംശയിച്ചു പോകുന്നവരെ നാം എങ്ങനെയാണ് കുറ്റപ്പെടുത്തുക? ഈ വിവാദത്തിൽ UDFകാരുടെ കാപട്യത്തോട് ചേർത്ത് കെട്ടേണ്ട കാപട്യമാണ് CPI കാണിക്കുന്നത്. കോൺഗ്രസിന്റെ കാര്യമെടുത്താൽ ഇന്ത്യയിലെ എല്ലാ കോൺഗ്രസ് സർക്കാരുകളും PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുകയും ഫണ്ട് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചാബിലും രാജസ്ഥാനിലും ഹിമാചൽ പ്രദേശിലും തെലങ്കാനയിലും ഒക്കെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരുകളാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് പണം വാങ്ങിയത്. അവിടെയൊക്കെ കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയ PM ശ്രീ പദ്ധതി കേരളത്തിൽ പറ്റില്ലെന്നായിരുന്നു VD സതീശന്റെയും കൂട്ടരുടെയും നിലപാട്. പക്ഷെ അധികാരം കിട്ടിയപ്പോൾ അവർ ആ നിലപാട് വിഴുങ്ങി. ഇപ്പോൾ എങ്ങനെയെങ്കിലും ആ പദ്ധതി നടപ്പിലാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇതേ കാപട്യമാണ് CPIയും കാണിക്കുന്നത്. തങ്ങളുടെ വകുപ്പിൽ, കൃഷി വകുപ്പിന്റെ കീഴിലുള്ള കാർഷിക സർവകലാശാലയിൽ NEP 2020 നടപ്പിലാക്കാം, പക്ഷെ മറ്റു വകുപ്പുകളിലൊന്നും അതിന്റെ നിഴൽ പോലും വീഴാൻ അനുവദിക്കില്ലെന്നാണ് CPIയുടെ നിലപാട്. ഇതും കോൺഗ്രസിന്റേതിന് സമാനമായ രാഷ്ട്രീയ കാപട്യമാണ്. ഇനി PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ V ശിവൻകുട്ടിക്ക് മന്ത്രിസഭാ തീരുമാനം അനിവാര്യമായിരുന്നു. പക്ഷെ PM ഉഷ പദ്ധതിയിൽ ഒപ്പിടാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന R ബിന്ദുവിനോ കാർഷിക സർവകലാശാലയിൽ NEP നടപ്പിലാക്കാൻ P പ്രസാദിനോ മന്ത്രിസഭാ തീരുമാനം വേണ്ടി വന്നില്ല. അത്ഭുതമെന്ന് പറയട്ടെ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് PM ഉഷ നടപ്പിലാക്കിയതിലോ കാർഷിക സർവകലാശാലയിൽ P പ്രസാദ് NEP നടപ്പിലാക്കിയതിലോ ആർക്കുമില്ല എതിർപ്പും പ്രതിഷേധവും. വല്ലാത്തൊരു വിവാദത്തിനല്ലേ PM ശ്രീയുടെ പേരിൽ കേരളം സാക്ഷ്യം വഹിക്കുന്നത്?